Hello everyone. Today we are going to discuss the last part of the chapter 8, body movements. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബോഡി മൂവ്മെന്റ്സിൽ എങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ ബോഡിയിലുള്ള ജോയിന്റ്സ് ബോൺസ് ഒക്കെ ഉള്ളത് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഓരോന്നിന്റെ പേരുകളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ സ്കെൽട്ടൺ വരയ്ക്കാൻ വേണ്ടി പഠിച്ചു. കുറച്ചു പേരൊക്കെ വരച്ചടിച്ചു, ബാക്കിയുള്ളവരെല്ലാവരും വരച്ച് അയക്കേണ്ടതാണ്. Earthworm. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെറിയ ചെറിയ ഓർഗാനിസത്തിനെ കുറിച്ചുള്ള ബോഡി മൂവ്മെന്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് ആണ് earthworm. Observe the earthworm moving on soil in the garden. Body of an earthworm is made up of many rings joined end to end. Anodes not have bones. അതായത് ഇതിന് ബോൺസ് ഇല്ല, ചെറിയ ചെറിയ ഒരു എന്താണ് പറയാ റിംഗ് ആയിട്ടുള്ള ചെറിയ ഭാഗങ്ങളാണ് അതിന് ഉള്ളത്. It has muscles which have to extend and shorten the body. ഇതിന് മസിൽസ് ഉണ്ട്. മസിൽസ് എന്ത് ചെയ്യും, ഇങ്ങനെ എക്സ്റ്റെൻഡ്, നമ്മളൊരു എന്താ പറയാ റബ്ബർ ബാൻഡ് എടുത്ത് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആവും. പിന്നെ അതേപോലെ അതിനു വേണ്ടിയിട്ട് അവർക്ക് എന്തുണ്ട്, മസിൽസ് ഉണ്ട്. ഡ്യൂറിംഗ് മൂവ്മെന്റ്സ് ദ earthworm first extend the front part of the body, keeping the rear portion fixed on the ground. ഫസ്റ്റ് എന്താ ചെയ്യാം, ഫ്രണ്ട് പോർഷൻ മുന്നോട്ട് നീങ്ങും, എന്നിട്ട് റെയർ പോർഷൻ വന്നാൽ ബാക്ക് പോർഷൻ അത് അവിടെ തന്നെ ഗ്രൗണ്ടിൽ തന്നെ വെക്കും. Then it fixes the front end and releases the rear end. എന്നിട്ട് എന്ത് ചെയ്യും, ഫ്രണ്ട് എൻഡ് ഉറപ്പിച്ചു വെക്കുക, എന്നിട്ട് ബാക്ക് എൻഡ് റിലീസ് ചെയ്യും. അങ്ങനെയാണ് അത് പുൾ ചെയ്തിട്ടാണ് മുന്നോട്ട് മൂവ് ചെയ്ത് വരുന്നത്. This make it move forward by all small distance. Repeating such muscles expansion and contraction, the earthworm can move through soil. Its body secretes its slimy substance to help the movement. The activity of an earthworm makes the soil more useful for plants. Okay. അതിന്റെ ബോഡിയിൽ നിന്ന് ഒരു ചെറിയ സ്ലൈമി ആയിട്ടുള്ള ഒരു വാട്ടർ പോലത്തെ ഒരു സബ്സ്റ്റൻസസ് വരുന്നുണ്ട്. അതും ഈ ഇവർക്ക് മൂവ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അടുത്തത് സ്നെയിൽ. സ്നെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അതിന്റെ പുറത്തൊരു ഷെല്ലുണ്ട്, അത് അതിന്റെ സ്കെൽട്ടൺ ആണ്. പക്ഷെ അത് ഇറ്റ് ഈസ് നോട്ട് എ ബോൺ, അതൊരു ബോൺ അല്ല. ദ ഷെൽ ഈസ് എ സിംഗിൾ യൂണിറ്റ് ആണ്. ആ ഷെൽ എന്ന് പറയുന്നത് സിംഗിൾ യൂണിറ്റ് ആണ്. ഡസ് നോട്ട് ഹെൽപ്പ് മൂവിങ് ദ പ്ലേസ് ടു പ്ലേസ്. അതിന് മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്നെയിലിനെ എടുത്തിട്ട് ഒരു ഗ്ലാസ് പ്ലേറ്റിൽ വെക്കുക. അതായത് ബാക്ക് സൈഡിൽ കൂടെ നോക്കിയാൽ നമുക്ക് സ്നെയിലിനെ കാണാൻ പറ്റുന്ന ഒരു ഗ്ലാസ് പ്ലേറ്റിൽ വെക്കുക. അങ്ങനെ ഗ്ലാസ് പ്ലേറ്റിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് സ്നെയിലിന്റെ ഹെഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവരെ ഹെഡ് പുറത്തേക്ക് ഇടുന്നതും അതേപോലെ അതിന് ചെറിയ ചെറിയ കാലുകൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. A thick structure, the head of the snail may move out of the opening of the shell. The thick structure, is it food made of a strong muscles? Now carefully tilt the glass plate. The wavy motion of the food can be seen. നമുക്ക് ഫുഡ് കാണുവാൻ സാധിക്കും. ആ ഫുഡ് മൂവ് ചെയ്യുന്നതിന് അവർക്ക് മസിൽസ് ഉണ്ട്. ഓക്കെ. അടുത്ത കോക്രോച്ച്. കോക്രോച്ചിനെ വാക്ക് ചെയ്യാനും ക്ലൈംബ് ചെയ്യാനും ഫ്ലൈ ചെയ്യാനും ഒക്കെ സാധിക്കാറുണ്ട്. ദേ ഹാവ് 3 pairs of leg. അവർക്ക് 3 പെയർ ലെഗ് ഉണ്ട്. ദീസ് pairs of leg ഉണ്ട്, 3 ലെഗ് അല്ല. അപ്പൊ പെയർ എന്ന് പറയുമ്പോൾ എത്ര, 6 എണ്ണം അല്ലേ. ദീസ് ഹെൽപ്സ് ഇൻ വാക്കിംഗ്. ഇത് അവരെ നടക്കുവാൻ സഹായിക്കുന്നു. പുറത്തൊരു സ്കെൽട്ടൺ പോലത്തെ ഒരു ഭാഗമുണ്ട്. അതുപോലെ പ്ലേസ് ജോയിൻ ടുഗദർ, അതായത് പറക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തുണ്ട്, വിങ്സും ഉണ്ട് അല്ലേ. Okay, these are 2 pairs of wings attached to the body behind the head. The cockroach have distinct muscles and near the leg. ലെഗിനകത്തും അവർക്ക് മസിൽസ് ഉണ്ട്. അതുപോലെ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചിറകിന്റെ അവിടെയും അവർക്ക് മസിൽസ് ഉണ്ട്. ഈ മസിൽസ് അവരെ നടക്കുവാൻ വേണ്ടിയിട്ട് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ലെഗ്സ് യൂസ് ചെയ്തിട്ടാണ് കോക്രോച്ച് നടക്കുന്നത്. അടുത്തത് ബേർഡ്സ്. ബേർഡ്സിന് ഇതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഫ്ലൈ ചെയ്യാൻ പറ്റും, വാക്ക് ചെയ്യാൻ പറ്റും. ചില ബേർഡ്സ് ഡക്ക്, സ്വാനൊക്കെ സ്വിം ചെയ്യാൻ പറ്റും. ബേർഡ് ക്യാൻ ഫ്ലൈ ബിക്കോസ് ദ ബോഡി ആസ് വെൽ സ്യൂട്ടഡ് ഫോർ ഫ്ലൈങ്. അവർക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരുടെ ബോഡി ഉള്ളത്. ദ ബോൺസ് ആർ ഹോളോ ആൻഡ് ലൈറ്റ്. അതായത് ഓട്ടയുള്ള ബോൺസ് ആണ്, പിന്നെ ലൈറ്റ് ആണ്, അധികം വെയിറ്റും ഇല്ല. ദ ബോൺസ് ഓഫ് ദി ഹിൻഡ് ലിംസ് ആർ ടിപ്പിക്കലി ഫോർ വാക്കിംഗ് ആൻഡ് ക്രച്ചിങ്. അതേപോലെ വാക്ക് ചെയ്യുന്നതിന്റെ അവരുടെ ബോൺസ് കുറച്ചും കൂടെ ഒരു ഹാർഡ് ആയിട്ടുള്ളതാണ്. ദ ബോഡി പാർട്ട് ഓഫ് ദി 4 limbs ആർ മോഡിഫൈഡ് ആസ് വിങ്സ്. ഈ ബോഡി പാർട്സിലുള്ള 4 limbs ആണ് അവർക്ക് വിങ്സ് ആയിട്ട് പിന്നെ പറക്കുവാൻ വേണ്ടി സഹായിക്കുന്നത്. ദ ഷോൾഡർ ബോൺസ് ആർ സ്ട്രോങ്. ഷോൾഡറിന്റെ ഇവിടെയുള്ള 2 ബോൺസ് അവർക്ക് നല്ല സ്ട്രോങ് ആണ്, കാരണം പറക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ആ ഷോൾഡർ ബോൺസും കൂടി ഉണ്ട്. The breast bones are modified of hold muscles to fly
which are used to move the wing up and down. അതേപോലെ അവരുടെ ചെസ്റ്റിന് അവിടെയുള്ള മസിൽസ് എന്ന് പറയുന്നത് നല്ല പോലെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള മസിൽസ് ആണ്. അതാണ് അവരുടെ വിങ് പറക്കുന്നതിന് വേണ്ടിയിട്ട് താങ്ങി നിർത്തുവാനും മൂവ് ചെയ്യുവാനും എല്ലാം സഹായിക്കുന്ന മസിൽസ്. ഓക്കെ, അടുത്തത് ഫിഷ്. മേക്ക് എ പേപ്പർ ബോട്ട്. ഒരു പേപ്പർ ബോട്ട് നിങ്ങളോട് ഉണ്ടാക്കി നോക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഗോ ഇൻ ടു ദ വാട്ടർ ഈസിലി ആൻഡ് ബോത്ത് സൈഡ് വേ പുഷ് ഇൻ ടു ദ വാട്ടർ ഫ്രം ദി ബ്രോഡ് സൈഡ്. നിങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ പുഷ് ചെയ്ത് നോക്കുക. പേപ്പർ ബോട്ടിനെ ഒരു വെള്ളത്തിലിട്ട് നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന കാര്യമായിരിക്കും അല്ലെ, ചെയ്ത് നോക്കിയിട്ടും ഉണ്ടാവും. അപ്പൊ ഒരു പേപ്പർ ബോട്ടിൽ ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് അത് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുവാൻ ചെയ്യും. ആർ യു ഏബിൾ ടു മേക്ക് ദ ബോട്ട് മൂവ് ഇൻ വാട്ടർ വെൻ യു പുഷ് ഇറ്റ് the side? You have noticed the shape of the boat is somewhat like a fish. അതൊരു ഫിഷിന്റെ ഷേപ്പ് പോലെ നിങ്ങൾക്ക് ബോട്ടിന്റെ ഷേപ്പ് കാണുവാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, the head and the tail of the fish are smaller than the middle portion of the body. ഹെഡും ടെയിലും തമ്മിലുള്ള സൈസ് ആണ് പറയുന്നത്. head and the tail of the fish are smaller than the sides of the ഹെഡിന്റെ ഭാഗവും ടെയിലിന്റെ ഭാഗവും എന്താണ്? ഫിഷിന് സ്മോളർ സൈസ് ആണ് അല്ലെ. നടുക്കുള്ള ഭാഗമാണ് കുറച്ചും കൂടെ ബിഗ് സൈസ് ആയിട്ട് ഉള്ളത്. അതേപോലെ തന്നെയാണ് ബോട്ടിന്റെ കാര്യവും. ബോട്ടിന്റെ രണ്ട് എൻഡും എന്താ? സ്മോൾ സൈസ് ആണ് അല്ലെ. ദ ബോഡി taper at the both end. The body shape is called a streamlined. അങ്ങനെയുള്ള ബോഡി ഷേപ്പിനെ നമ്മൾ streamlined എന്നാണ് പറയുന്നത്. Have you noticed the shape of the boat is somewhat like a fish? ആ ബോട്ടിനെ പോലെ തന്നെയാണ് അപ്പൊ ഫിഷിന്റെ ഷേപ്പ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഹെഡ് ഓഫ് ദ ടെയിൽ ഓഫ് ദ ഫിഷ് is smaller than the middle portion of the body. The body taper at the both end and this body shape is called a streamlined. The shape is such of the water can flow around it easily. Allow the fish to move in water. അപ്പൊ ആ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ട് വാട്ടർ അതിന്റെ ചുറ്റും അവർക്ക് സുഖമായിട്ട് നീന്തുന്നതിന് വേണ്ടി സഹായിക്കും. അതേപോലെ skeleton of the fish is covered with a strong muscles. skeleton അതിന്റെ ഉള്ളിൽ എല്ല് എന്ന് പറയുന്നത് നല്ല മസിൽസ് ഒക്കെ വെച്ച് കവർ ചെയ്തിട്ടുള്ളതാണ്. During swimming, muscles make the front part of the body curve to one side and the tail part swing towards the opposite side. നിങ്ങൾക്ക് ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് ഹെഡ് ഭാഗം ഈ സൈഡിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ ടെയിൽ അതിന്റെ എന്താ? ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നീങ്ങുന്നത്. ഓക്കെ, then quickly the body. ഈ ചിത്രം നോക്കൂ. ഈ ചിത്രത്തിനകത്ത് ഹെഡ് പോർഷൻ ഈ സൈഡിലേക്കാണെങ്കിൽ ബോഡി പോർഷൻ ടെയിൽ പോർഷൻ ഈ സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. Quickly the body tail curve the other side and make the jerk and pushes the body part. അങ്ങനെ ഈ ബോഡി പാർട്ട് അങ്ങനെയാണ് മുന്നോട്ട് മൂവ് ചെയ്യുന്നത്. The series of the jerk പിന്നെ ഓപ്പോസിറ്റിലേക്ക് മാറും. കണ്ടോ, ഓപ്പോസിറ്റിലേക്ക് ഇങ്ങനെ മാറുകയാണ് ചെയ്യുന്നത്. ആ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. The series of the jerk make the fish swim head. This is help for the fins of the tail. ആ ടെയിലിന്റെ ഹെൽപ്പോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫിഷ് നീന്തുന്നതിന് വേണ്ടി സഹായിക്കുന്നത്. Okay, the fish also have from fins of their body which mainly help to keep the balance of the body and keep direction while swimming. അതേപോലെ തന്നെ ഈ ടെയിൽ എന്തിനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഫിഷിനെ നീന്തുവാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ their body mainly help to keep the balance of the body. ആ ബോഡി അവരെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താ? അവരുടെ ഫിഷിനെ വാട്ടറിൽ ബാലൻസ് ചെയ്ത് നിർത്തുന്നതിന്, സ്വിം ചെയ്യുമ്പോൾ ബാലൻസ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ബോഡിയും സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ആ ബോഡി ഫിഷും ഹെഡും തമ്മിലാണ് അവര് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ബോഡി ബാലൻസ് ചെയ്യാനും ഹെഡ് ഫ്രണ്ടോട്ട് ഈ സൈഡിലേക്ക് കേർവായിട്ട് പോകുന്ന സമയത്ത് ടെയിൽ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറും. അങ്ങനെയാണ് അവര് സ്വിം ചെയ്യുന്നത്. ടെയിലാണ് അവരെ നീന്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഓക്കെ, അടുത്തത് സ്നേക്ക്. സ്നേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും. നമുക്ക് നോക്കാം. സ്നേക്ക് ഹാവ് എ ലോങ് ബോൺസ് ഉണ്ട്, ലോങ് ബാക്ക് ബോൺസ് ഉണ്ട്. ഓക്കെ, അവർക്ക് അടിയിലായിട്ട് നല്ലൊരു ബാക്ക് ബോൺസ് ഉണ്ട്. They have many tiny muscles. അതേപോലെ ചെറിയ ചെറിയ മസിൽസ് ആണ് ഇവർക്കുള്ളത്. They are connected to each other that they are far from one another. They are connected. അതായത്
കണക്റ്റഡ് ടു ഈച്ച് അതർ. ഒരു മസിൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ല ദൂരെയുള്ള മസിലായിട്ട് കണക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്തടുത്തുള്ള മസിൽസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. മസിൽസ് ഓൾസോ interconnect the backbone, ribs and skin. അതേപോലെ ഈ മസിൽസ് ബാക്ക് ബോൺസും റിബ്സും സ്കിന്നിനെയും കണക്ട് ചെയ്തിട്ടുണ്ട്. The snake body curve into many loops. Each loops of the snakes gives it a forward push by pressing against the ground. അതായത് ഇവർക്ക് എങ്ങനെയാ വെച്ചാൽ സ്നേക്ക് മൂവ് ചെയ്യുക എങ്ങനെയാ വെച്ചാല് ഈ ഓരോ ഭാഗം എന്ത് ചെയ്യുന്ന വെച്ചാല് പുഷ് ചെയ്യും, ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഫ്രണ്ട് ഭാഗം പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനെ പറഞ്ഞില്ലേ, എർത്ത്വർമിനെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ. പക്ഷെ അതിങ്ങനെ വളഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഭാഗം ഇവരങ്ങനെയല്ല ചെയ്യുന്നത്, ഈ താഴ്ഭാഗം മൊത്തമായിട്ട് പുഷ് ചെയ്തിട്ടാണ് മുന്നോട്ട് ഇങ്ങനെ എഴിഞ്ഞഴിഞ്ഞ് പോകുന്നത്. സിൻസ് its long body make many loops ആയിട്ട് അത് കാണുന്നുണ്ട്. ഈച്ച് ലൂപ്പ് give it push. ഓരോ ലൂപ്പും എന്ത് ചെയ്യും, അവര് പുഷ് ചെയ്യുന്നുണ്ട്. The snake moves forward very fast, not in a straight line. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല, ലൂപ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓരോ ലൂപ്പും പുഷ് ചെയ്യുന്നത് കൊണ്ട് അവരെങ്ങനെയാ പോവുക, അങ്ങനെ വളഞ്ഞിട്ടാണ് സ്നേക്ക് പോവാറുള്ളത് അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിന്റെ ബോഡി മൂവ്മെന്റ്സിനെ കുറിച്ചുള്ള ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ജസ്റ്റ് അവരെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സ്നേക്കിനെ എന്താണ് മൂവ് ചെയ്യാൻ വേണ്ടി, അവരുടെ ബോഡി ഫുൾ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മൾ ഫസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ. അതേപോലെ കോക്രോച്ചിന്റെ ലെഗ്സ് ആണ്, എർത്ത്വർമിന് ഓൾ ബോഡിയാണ് സഹായിക്കുന്നത്. അങ്ങനെ ഓരോ ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതില് പഠിക്കുന്നത്. എങ്ങനെയാണ് അവരുടെ ബോഡി മൂവ്മെന്റ്സ് നടക്കുന്നതിന് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.